ഹലോ, ഇന്ന് നമുക്കൊരു കിങ്ങിണി മാല ഉണ്ടാക്കിയാലോ? അതേട്ടോ, നമ്മുടെ ഗുങ്കുരൂസൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ഗോൾഡ് ലുക്കിൽ വരുന്ന കിങ്ങിണി മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എൻ്റെ ഐഡിയ അല്ല കേട്ടോ, ഞാനിത് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡ് ഷോപ്പിൽ കണ്ടിട്ടുള്ളൊരു മാലയാണ്. ഇതിൻ്റെ ബ്രേസ്ലെറ്റും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ വിചാരിച്ചു ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്, അപ്പോൾ നമുക്കിത് ഹാൻഡ് മെയ്ഡായിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ എന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗോൾഡ് ചെയിനൊക്കെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം 4 പീസ് സെയിം ലെങ്ത്തിലും പിന്നെ 2 പീസ് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ലെങ്ത് ഒക്കെ മതി. ഇത് നമുക്ക് നെക്ലസ് ആയിട്ടും ലോങ് ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതിനനുസരിച്ച് ലെങ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്ക് ചെയിൻ വേണം, ഫ്യൂസ് സ്റ്റാർ വേണം, കരിമണി ബീഡും ഗുങ്കുരു, ഇത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്യൂസ് സ്റ്റാറിൻ്റെ ഈ 2 സൈഡിലുള്ള ആ മൊട്ട് വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്ക് ചെയിനിലേക്ക് ബീഡ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ ഒരു പീസിന് എടുക്കുക, നമ്മുടെ ചെറിയ പീസ് ചെയിൻ എടുക്കുക, അതിലേക്ക് നമ്മുടെ ഫ്യൂസ് സ്റ്റാർ ഒന്ന് കോർത്ത് കൊടുക്കുക. അതിന് ശേഷം അതിനവിടെ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ കോർത്തതിന് ശേഷം അത് നമ്മൾ ഫുള്ളായിട്ട് മടക്കണ്ട, ചെറിയൊരു ഭാഗം അതുപോലെ മടക്കി അവിടെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുന്നത്. ഇനി ബീഡ്സ് കോർത്ത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഐപ്പിന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെയെന്ന്. പക്ഷേ ഐപ്പിന്ന് നമ്മുടെ ഈ ഒരു ചെയിനിലേക്ക് നമുക്ക് കോർക്കാനും പറ്റില്ല. പക്ഷേ ഈ ഒരു റിയൽ ലുക്ക് നമുക്ക് കിട്ടൂല. ഐപ്പിന്നിൻ്റെ ആ ഒരു ഹോള് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്നും കാണാതെ ബീഡ്സും ചെയിനും മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഫ്യൂസ് സ്റ്റാർ തന്നെ വെച്ച് ചെയ്യണം. ഇനി ഞാൻ ഇവിടെ കരിമണി ബീഡ്, ഗുങ്കുരു, കരിമണി ബീഡ്, അങ്ങനെ ഒരു 4 ബീഡ് ഫസ്റ്റിൽ കരിമണി കോർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ഗുങ്കുരൂസ്, റെഡിമെയ്ഡ് ഗുങ്കുരു ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഗുങ്കുരു തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം, എങ്കിലാണ് ഇതിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കോർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് അടുത്ത പീസ് ചെയിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കണക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ഇതിന് മുമ്പ് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ്സിലൊക്കെ നമ്മൾ ഈ ചെയിനൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് പഠിച്ചിട്ടുമുണ്ട്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ആ ചെയിൻ കോർത്തതിന് ശേഷം ആ ഒരു കമ്പി ആ ബീഡിൻ്റെയും ചെയിനിൻ്റെയും ഇടയിലെ ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുക. 2-3 ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ കമ്പി കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചെയിൻ്റെ സെൻറ്റർ ഭാഗം ഒക്കെ കേട്ടോ, സെൻറ്ററിലേക്ക് വരുന്ന ഭാഗമാണ്. അത് നമ്മൾ 4 ബീഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 4 ബീഡിൻ്റെ 2 സൈഡിലേക്ക് നമുക്കിനി ബീഡ്സുകൾ കോർത്ത് പോകണം. അപ്പോൾ ഈ 4 ബീഡ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ 3 ബീഡ് ഇതിൻ്റെ 2 സൈഡിലും കൊടുക്കുക. അതായത് ചെയിനിൻ്റെ 2 സൈഡിൽ നമ്മളിനി 3 ബീഡ് കരിമണി ഇട്ട് പോവുകയാണ്, അതിൻ്റെ ഇടയിൽ ഗുങ്കുരു ഇട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ ലാസ്റ്റ് നമ്മൾ 2 ബീഡ് ഇട്ട് കൊടുക്കും. അപ്പോൾ സെൻറ്ററിൽ എത്ര ബീഡ് ഇടണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ലാസ്റ്റിൽ 2 ബീഡിൽ തന്നെ നിർത്തണം, കാരണം ഒരു ബീഡ് ഇട്ടാൽ നമുക്ക് ഗുങ്കുരു അവിടെ ഇട്ട് കൊടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് 2 ബീഡ് വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ബീഡ് വേണമെങ്കിലും ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെയിൻ്റെ ഒരു സൈഡിലെ ചെയിനിലേക്ക് ഫ്യൂസ് സ്റ്റാർ കോർത്ത് കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ വളച്ച് ചുറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബീഡ്സ് ഇട്ട് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ 3 കരിമണിയാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ആ 3 കരിമണിയുടെ ഉള്ളിൽ നമ്മൾ ഗുങ്കുരൂസും ഇട്ട് ഓപ്പോസിറ്റ് സൈഡ് ഒരു ചെറിയ പീസ് ചെയിനും കൂടി എടുത്ത് ലോക്ക് ചെയ്തു. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും 3 ബീഡ് ഇട്ടിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക. ലാസ്റ്റിൽ നമ്മൾ 2 ബീഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലാസ്റ്റിൽ ബീഡും കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ ചെയിൻ ഇട്ട് നമ്മൾ നിർത്തുക. ആ ചെയിനിലേക്കാണ് നമ്മുടെ ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ ഫ്രീ ക്ലാസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനലിൽ നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോസ് കണ്ട് പഠിക്കാം. ഇനി നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഇട്ടോളൂ. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ജൂലൈ 5 നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ആവാം കേട്ടോ. വേഗം അഡ്മിഷൻ എടുത്തോളൂ. എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ല, ഞാനിതെങ്ങനെ പഠിച്ചെടുക്കും എന്നാലോചിച്ചിരിക്കുന്നവരും അതുപോലെ തന്നെ ഏജ് ആയിട്ടുണ്ട് എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നവരും ഒന്നും പേടിക്കേണ്ട. കാരണം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ക്ലാസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. A to Z കാര്യങ്ങൾ നമ്മളിതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിഗിനേഴ്സിന് പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഏജ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പറ്റും. അപ്പോൾ അതുകൊണ്ടൊന്നും ഇത് പഠിക്കാനായിട്ടൊരു ഇതിൻ്റെ ക്രൈറ്റീരിയ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഏജോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അതൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെറിയ വരുമാനമൊക്കെ കണ്ടെത്താനായിട്ട് പറ്റും. വോയിസ് കൊടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഈ വോയിസിൽ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ അതേ നമ്മൾ ഒരു സൈഡിൽ കൊടുത്തു, ഇനി അടുത്ത സൈഡിൽ അതുപോലെ കോർത്തിട്ടുണ്ട്. ഇനി ഒരു സെക്ഷനും കൂടി നമുക്ക് കോർത്ത് കൊടുക്കണം. അതായത് 2 ബീഡ് വരുന്നത്, 2 സൈഡിലും 2 ബീഡ് വരുന്ന രീതിയിൽ ഓരോ സെക്ഷനും കൂടി കോർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മാലയുടെ ആ ഒരു ഫൈനൽ ലുക്കിലേക്ക് എത്തുള്ളൂ. നമുക്കതിന് ശേഷം ചെയിനും കൂടി കണക്ട് ചെയ്ത് കൊടുക്കണം. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നമുക്ക് ഗോൾഡിൻ്റെ ആ ഒരു ലുക്ക് എന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല, ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിതൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോയാൽ എന്തായാലും നിങ്ങളോട് ചോദിക്കുന്നത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്.
അതിന് ഞാൻ ഗ്യാരണ്ടി പറയാണ് കേട്ടോ. കാരണം ഗോൾഡിലൊന്നും നമുക്കിത് വാങ്ങിക്കാൻ ഇന്നത്തെ കാലത്ത് കൂട്ടിയേ കൂടില്ല, നല്ല റേറ്റിലാണ് ഗോൾഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്വാളിറ്റി മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഒരു 6 മാസമൊക്കെ നമുക്കിത് കണ്ണും അടച്ച് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ, വെള്ളമൊന്നും തട്ടാതെ കെമിക്കൽസ് ഒന്നും തട്ടാതെ നമ്മൾ യൂസ് ചെയ്യുകയാണ്, നല്ല മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6 മാസം എന്തായാലും ഇത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ ഇതാ 2 കരിമണി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ 2 പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു പീസാണ് കേട്ടോ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പീസിലേക്കാണ് നമ്മൾ ബാക്ക് ചെയിൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയിൻ്റെ ലെങ്ത് എത്ര വേണം, ലോങ് ചെയിൻ ആയിട്ടാണോ അതോ നെക്ലസ് ആയിട്ടാണോ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ഈ പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ ഗ്യാപ്പിലെ പീസുകൾ നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് നെക്ലസ് പോലെ യൂസ് ചെയ്യാം. കുറച്ച് ലോങ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂട്ടുക, അല്ലെങ്കിൽ ബീഡ്സിൻ്റെ എണ്ണം കൂട്ടുക, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഈ ഒരു സൈഡിലും കൂടി നമ്മളിത് കോർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാല ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കണ്ടോ. സെൻറ്ററിൽ 4, 2 സൈഡിൽ 3, വീണ്ടും 2 സൈഡിൽ 2. കരിമണി ബീഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ബാക്ക് ചെയിൻ ആണ് കേട്ടോ കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ബാക്ക് ചെയിൻ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്കിതിന് ആ ഒരു റിയൽ ഗോൾഡ് ലുക്ക് കിട്ടുള്ളൂ. ബാക്ക് ത്രെഡാണ് കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ ബാക്ക് ചെയിനുകൾ കണക്ട് ചെയ്താൽ. ഇനി നമ്മളിതേ നമ്മുടെ ഫ്യൂസ് സ്റ്റാർ അതിൽ ഒരു സൈഡിലെ മുട്ടുഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, അത് കട്ട് ചെയ്യാതെയാണ് ഇത് കോർത്ത് കൊടുക്കുന്നത്. കട്ട് ചെയ്യാതിരിക്കുമ്പോൾ ചെയിനിൽ അത് ലോക്കായിട്ട് അവിടെ നിന്നോളും കണ്ടോ. തിരിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, അത് ചെയിനിൽ ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ ഒരു സൈഡിൽ ആ ഒരു മുട്ട് കട്ട് ചെയ്യാതെ അതവിടെ ലോക്കാക്കി നിർത്തിയിട്ട് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ബാക്ക് ചെയിൻ ഇടുക. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ വളച്ച് ആ ചെയിനിൻ്റെയും ബാക്ക് ചെയിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിൽ ആ ഒരു കമ്പി ചുറ്റി കൊടുക്കുക. 2-3 വട്ടം ചുറ്റി കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയാം. ഈ മെറ്റീരിയൽസിൽ നമ്മൾ ഈ ഫ്യൂസ് സ്റ്റാറും അതുപോലെ തന്നെ ബാക്ക് ചെയിനും എല്ലാം ഗുങ്കുരൂസും എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഏതെങ്കിലും ഒന്നും ലോ ക്വാളിറ്റി ആയിപ്പോയാൽ ഞാൻ ഈ പറഞ്ഞ പോലെ 6 മാസമൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ അത് എടുത്ത് വെക്കാതെ ഇരുന്നാലും നമുക്ക് പറ്റില്ല. അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ വളരെ ഇതായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടൊക്കെ പോയാൽ കളറ് പോവും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ അതിൻ്റെ ബാലൻസ് പീസും കൂടി കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നമ്മുടെ കിങ്ങിണി കരിമണി മാല അടിപൊളി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ പേരും ഞാൻ ആ ഒരു ഗോൾഡ് ഷോപ്പിൽ നിന്ന് തന്നെ കടെടുത്തത് തന്നെയാണ് കേട്ടോ. അവരാണ് ഇതിന് കിങ്ങിണി കരിമണി മാല എന്ന് ഇട്ടത്. ഒരു എന്തായാലും ഗോൾഡിൻ്റെ അതേ ലുക്ക് വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള ജ്വല്ലറീസൊക്കെ നിങ്ങൾ മേക്ക് ചെയ്യുക. നമ്മുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഓരോ വീഡിയോസിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, അതെങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചതെന്നൊന്നും മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ അതേ ലുക്കിൽ തന്നെ കിട്ടിയില്ലേ നമുക്ക്. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.